സാരംഗ്, മോൾ എന്നെ ഇതുവരെ വിളിച്ചില്ല. നിങ്ങൾ പറഞ്ഞില്ലേ അവരോട്? അവരെനിക്ക് ലൈനിൽ കിട്ടിയില്ല. നിങ്ങളുടെ അടുത്തില്ല, കണ്ടിട്ടില്ല എന്നൊക്കെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ ഇത്രയും കള്ളം പറയുന്നത്? മോള് സാരംഗിന്റെ അടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ അവൾക്ക് ഫോണൊന്നും കൊടുത്തേ. വിശ്വാസമില്ലാത്തവരോട് ഞാൻ എന്ത് പറയാനാ? ഞാൻ സീരിയസ് ആയിട്ട് സാരംഗിനോട് പറഞ്ഞതല്ലേ ഇന്ന് രാത്രിക്ക് മുമ്പ് യാമി എന്നെ വിളിച്ചിരിക്കണമെന്ന്. എന്ത് ഉത്തരവാദിത്വം ഉണ്ട് നിങ്ങൾക്ക്? എന്റെ മകളുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്വം താൻ എന്നെ പഠിപ്പിക്കണ്ട. അവള് സേഫ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മായാമഹേശ്വരിയുടെ കൂടെയുള്ള സേഫ്റ്റി അല്ലേ? സാരംഗിനെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. സാരംഗിനെ അവരെ കോൺടാക്ട് ചെയ്യാൻ 100 മാർഗങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് വിളിപ്പിക്ക്. ജസ്റ്റ് അവളുടെ ഒരു വാക്ക് കേട്ടാ മതി എനിക്ക്. തന്റെ സംസാരം കേട്ട യാമിമോൾ മിസ്സിംഗ് ആയതുപോലെയാണല്ലോ. എന്നെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാ. അതൊരു തരം പ്രാന്ത. അടുത്ത ആരെങ്കിലും ഉണ്ടോ? അവരെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ അതൊക്കെ പറയുന്നത്? എനിക്ക് അടുത്ത് നിൽക്കുന്നവരെ കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അടുത്ത് ആരുമില്ല. എത്ര സമയം വേണം സാരംഗിന് അവളെ കൊണ്ട് എന്നെ ഒന്ന് വിളിപ്പിക്കാൻ? ഇന്നിനി എന്തായാലും ഞാൻ അവരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നാളെ ട്രൈ ചെയ്യാം. അമ്മേ, അച്ഛൻ ഞാന്. എന്താ അച്ഛ ചേച്ചിയെ വിളിക്കാത്ത? അച്ഛനെന്തിനാ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അമ്മ പഠിപ്പിച്ചു വെക്കുന്നതാണോ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല. അമ്മ സങ്കടപ്പെടുന്ന കണ്ടപ്പോ ഞാൻ ഫോൺ വാങ്ങിച്ചതാ. അമ്മയ്ക്ക് ഭ്രാന്താ. അത് മാറ്റാൻ ആരെ കൊണ്ടും പറ്റില്ല. നീ ഫോൺ വെച്ചിട്ട് പോ. കട്ട് ചെയ്തമ്മേ. അമ്മയ്ക്ക് ഭ്രാന്താന്ന്. അത് ദേഷ്യം വന്നപ്പോ പറഞ്ഞതായിരിക്കും മോനെ. ചേച്ചിക്ക് എങ്ങനെയാ അമ്മ നമ്മളെ മറക്കാൻ പറ്റുന്നേ? ആരും സമ്മതിച്ചില്ലെങ്കിലും ചേച്ചിക്ക് വിളിച്ചൂടെ? ചേച്ചിക്കല്ലേ ഏറ്റവും കൂടുതൽ വാശി. ചേച്ചിയോടല്ലേ എല്ലാരും ഓരോന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അമ്മേ, ചേച്ചിനെ ഇങ്ങോട്ട് വരാതിരിക്കോ? മോനിത് എന്താ ചോദിക്കുന്നത്? ചേച്ചി പിന്നെ ഇങ്ങോട്ട് വരാതെ എങ്ങോട്ട് പോവാനാ? ചേച്ചി വരും, നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. എന്താ അമ്മേ? ഒന്നുമില്ല. ഇനി ഉറങ്ങിക്കൂടെ ലക്ഷ്മി? പകല് കുറെ സമയം ഉറങ്ങിയതല്ലേ, അതിന്റെ ആവും ഉറക്കം വരുന്നില്ല. ക്ഷീണം തോന്നുന്നുണ്ടോ? എന്ത് ക്ഷീണം? അവിടെയും ഈ കിടപ്പ് തന്നെയല്ലേ. എനിക്ക് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നാളെ മൈഥിലി വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചില പരിശോധനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി മാനത്ത് പറക്കാൻ പോവാണോ? അതൊക്കെ ഡോക്ടർമാര് തീരുമാനിക്കും. അവരെ അനുസരിക്കാനേ എനിക്ക് പറ്റൂ. അത് ശരി. ഇവിടെ ലക്ഷ്മിയമ്മ ഉറക്കാതെ സംസാരിച്ചിരുന്ന് നേരം വിളിപ്പിക്കാനാണോ പരിപാടി? ഉറങ്ങാൻ ഞാൻ പറഞ്ഞു, കേൾക്കുന്നില്ല. എന്താ അമ്മേ? ഇപ്പൊ ഉറക്കം വരുന്നില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിക്കോളും. ഞാൻ കാരണം മോന് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല അല്ലേ? അതിപ്പോ ലക്ഷ്മിയമ്മ കാരണമൊന്നുമല്ല. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഡോക്ടറുടെ ഡ്യൂട്ടി ഇതൊക്കെ തന്നെയല്ലേ. ആ പിന്നെ ലക്ഷ്മിയമ്മ മൈഥിലി മാമിന്റെ അമ്മയായതുകൊണ്ട് ഞാൻ അല്പം സന്തോഷത്തോടെ തന്നെ കാവലിരിക്കുന്നു. കുടിച്ചൻ ഭക്ഷണം കഴിച്ചായിരുന്നു? കഴിച്ചു. എന്നാ ശരി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ക്യാബിനിലുണ്ടാവും. ആ പയ്യൻ പറഞ്ഞത് കേട്ടോ? മൈഥിലി മേഡത്തിന്റെ അമ്മ. അങ്ങനെയാ ഈ ലോകത്ത് എല്ലാവരോടും മൈഥിലി മോള് പറയുന്നത്. പക്ഷെ ആ വിളി കേൾക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അതെന്താ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങളെപ്പോലെ ക്രൂരനായ ഒരാളുടെ. അവള് നമ്മളെ അച്ഛനും അമ്മയായിട്ട് കാണുന്നു. അവളുടെ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കുന്നു. അതൊന്നും പറയാൻ പോലും പറ്റാതെ ഒരു മരപ്പാവയെ കണക്ക് ഞാൻ. അല്ലാണ്ട് എന്താ? വേണ്ട ലക്ഷ്മി, നമ്മൾ കിടപ്പുമുറി കിടന്ന് പറയാറുള്ളതൊന്നും ഈ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് വേണ്ട. ഇവിടെ നിന്നോട് ദേഷ്യപ്പെടാൻ എനിക്ക് വയ്യ. വീണ് കഴിയുമ്പോ എന്തെങ്കിലും പരിഗണന തന്നിട്ട് എന്താ കാര്യം?
അല്ലാത്തപ്പോ കാണിക്കണം. ഏതു നേരവും ഒരുപോലെ കാണിക്കണം. അതിനെ യഥാർത്ഥ സ്നേഹമെന്ന് വിളിക്കാൻ പറ്റൂ. മതി, കൂടുതൽ സംസാരിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കണ്ട. ഹലോ, അരുൺ വരുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോടോ, ഇന്ന് എന്തായാലും കുറേ നേരം ഇവിടെ ഇരിക്കേണ്ടി വരും. ലക്ഷ്മി അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പം വല്ലതും ഉണ്ടോ? ആ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീഴ്ചയുടെ ആഘാതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് വ്യക്തമായിട്ട് അറിയില്ല. പിന്നീട് അറിയാൻ പറ്റും. സോ ശ്രദ്ധിച്ചേ പറ്റൂ. മൈഥിലി മാം പോയോ? ആ, പോയി. അത് കൊള്ളാലോ. ലക്ഷ്മി അമ്മ സ്വന്തം അമ്മയാന്ന് പറയുന്ന ആള് കൃത്യസമയത്ത് അവിടുന്ന് പോയി. ആ, ചുമതലയ്ക്ക് അരുണുണ്ടല്ലോ. പരാതിയാണോ അതോ കുറ്റപ്പെടുത്തലാണോ? ഞാനേ രണ്ടിനുമില്ല. പക്ഷെ മൈഥിലി മാമിനെ വീട്ടിൽ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അവർക്ക് വീട്ടിലാരും ഇല്ലല്ലോ. മൈഥിലി മാം നിൽക്കാൻ തയ്യാറായതാ. ഞങ്ങളെല്ലാരും കൂടി നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ. അതെന്തായാലും നന്നായി. ത്യാഗം ചെയ്യാൻ ഒരാൾ തയ്യാറാവുമ്പോ അതെല്ലാവരും അങ്ങ് മുതലെടുക്കും. മതി മതി. കംപ്ലൈൻസ് പറയാൻ തനിക്ക് അവസരം തന്നാലേ എത്രയും പെട്ടെന്ന് എൻ്റെ വയറ് നിറയും. അതുകൊണ്ട് അത് വിട്. എന്താ പരിപാടി, ഉറങ്ങുന്നില്ലേ? ഞാൻ കിടന്നുറങ്ങിക്കോളാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാന്? എന്നാ ഉറങ്ങിക്കോ, ഞാൻ വന്നിട്ട് വിളിച്ചോളാം. എന്തേലും കഴിച്ചോ? അതോ അതും ത്യാഗത്തിന്റെ ലിസ്റ്റിലുണ്ടോ? ഏയ്, കഴിപ്പൊക്കെ കൃത്യമായിട്ട് കിടന്നു. മാമിൻ്റെ ഇതുൻ്റെയും കൂടെ കഴിച്ചു. ഓ, അതെ, ഫ്രണ്ട്സ് വിളിച്ചിരുന്നു യാത്രയുടെ ഇടയിൽ. എനിക്ക് കേൾക്കണ്ട. അവര് തന്നെ ട്രൈ ചെയ്തു എന്നാ പറഞ്ഞ്. ഞാൻ കണ്ടു. ഞാൻ എടുക്കാഞ്ഞതാ. എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. പരിഭവമൊക്കെ ഞാൻ വന്നിട്ട് തൽക്കാലം കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. തനിക്ക് ഉറക്കം വന്നില്ലെങ്കിലും എൻ്റെ കുഞ്ഞിന് നന്നായിട്ട് ഉറക്കം വരണം. അതിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ഉറങ്ങിയാലേ പറ്റൂ. അച്ഛൻ അമ്മയുടെ ഉറക്കത്തിന് ശല്യപ്പെടുത്താനും പാടില്ല. പോയി കിടന്നുറങ്ങണേ. ഇനി കാണട്ടെ നിന്റെ കളി. നിന്റെ ചേച്ചി കോളേജ് ചാമ്പ്യൻ ആണെന്ന് എന്റെ പട്ടം അലങ്കോലമാക്കി കളഞ്ഞല്ലേ. നിന്നെയെങ്കിലും തോപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ, ദാ വെച്ചോ. ആലോചന തുടങ്ങി. ഇതാ എനിക്ക് പിടിക്കാത്തത്. ഒരെണ്ണെടുത്ത് വയ്ക്കേ. ഇതെന്താ ആലോചനയൊന്നുമില്ലേ? ഞാനങ്ങനെ അധിക സമയമൊന്നും എടുക്കില്ല. തോറ്റാ തോറ്റു, അത്രേ ഉള്ളൂ. അത് കറക്റ്റ്. അതാവുമ്പോ കണ്ടിരിക്കാൻ നല്ലൊരു രസമുണ്ട്. ദേ തുടങ്ങി. താനൊന്നും മിണ്ടായിരുന്നേ. ഇവളുടെ മുന്നിലെങ്ങാനും തോറ്റുപോയാലേ എനിക്ക് കിടന്ന ഉറക്കം വരത്തില്ല. കണ്ടോ കണ്ടോ, ചെസ് ബോർഡ് എടുത്ത് വെച്ചാലും കാർഡ് എടുത്ത് വെച്ചാലും വേറെ എന്ത് കളിയായാലും മൂപ്പർക്ക് ജയിക്കണം. അതിൽ കുറഞ്ഞൊരു കോംപ്രമൈസും ഇല്ല. അതേ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാ. മുന്നേറുന്നവരൊക്കെ അങ്ങനെ ചിന്തിക്കൂ. ശരി ശരി, നടക്കട്ടെ. ഏട്ടൻ കരു നീക്കാൻ എടുക്കുന്ന സമയം ഞാനും ആലോചിക്കുന്നുണ്ട്. അത് കൊള്ളാം. എന്നാ ഇവിടെ ഇരിക്കട്ടെ. അനാമികേ, ഇത് കുറച്ച് കുഴപ്പമാണെന്നാ തോന്നുന്നത്. എന്റെ ബന്ധുവല്ലേ, ഞങ്ങൾ പൊതുവെ കുറച്ച് ബുദ്ധിയുള്ള കുടുംബക്കാരാ. എന്നിട്ട് തനിക്കത് കിട്ടാതെ പോയതെന്താ? എനിക്ക് ഈ ഒരു കാര്യത്തിലെ ബുദ്ധി കുറവുള്ളൂ, വേറൊരു കാര്യത്തിലും ഇല്ല. ആ, ഈ പെണ്ണെന്നെ കുഴപ്പിക്കുമല്ലോ. എന്തായാലും നിന്റെ ചേച്ചിയുടെ വാക്കും കേട്ട് ഞാൻ ഫാസ്റ്റ് ആവാനില്ല. ഞാൻ ആലോചിച്ചിട്ടേ ഉള്ളൂ. എന്നാ പിന്നെ ഏട്ടനും അനിയത്തിയും കൂടി ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. ഞാൻ മുറിയിലുണ്ടാവും. താൻ എവിടെ പോവാ? ഞാൻ
ഞാൻ അവിടെ മൊബൈലിൽ എന്തെങ്കിലും വീഡിയോ കണ്ട് കിടന്നോളാം. നിങ്ങൾ കളിച്ചോ. ഇരിക്കേ ചേച്ചി. ഇങ്ങനെ ബോറടിപ്പിക്കൂടി. അവള് പോട്ടെ. അല്ലെങ്കിലും എനിക്ക് കളിക്കുമ്പോ തൊട്ടടുത്ത് നിന്ന് ഒരാൾ ഡിസ്റ്റർബ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്കങ്ങനെയൊന്നുമില്ല. ഞങ്ങളവിടെ പിള്ളേരെല്ലാരും കൂടെ അല്ലേ കളിക്കുന്നേ. അവരവിടെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. അനാമികേ, ഇതൊരു ചെറിയ ഐറ്റം അല്ല കേട്ടോ. കിടു മൂവ്മെന്റ്സ് ഒക്കെ നടത്തുന്നുണ്ട്. കളിക്കുന്നില്ലേ? കളിക്കാം, തിരക്ക് പിടിക്കാതെ. ഇപ്പോ അടുത്തെങ്ങും കളിക്കാത്തോണ്ട് ഒരു ടച്ച് കിട്ടുന്നില്ല. ഞാൻ ചെസ് കളിച്ചിട്ട് 6 വർഷമായി. ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഗെയിമില് എന്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. തോറ്റാ കരയോ? അതൊന്നുമില്ല. ഏട്ടൻ ജയിക്കാൻ പറ്റുമോ നോക്ക്. ആ, എന്നാ പിന്നെ നോക്കിയിട്ട് തന്നെ കാര്യം. അമ്മ എന്താ ഭക്ഷണം കഴിക്കാത്തത്? അമ്മയ്ക്ക് വിശപ്പില്ല മോനെ. ഞങ്ങള് ഭക്ഷണം കഴിക്കാതിരുന്നാ അമ്മ അറിയില്ലേ പട്ടിണി കിടക്കാൻ പറ്റില്ല എന്ന്. എന്നിട്ട് അമ്മ എന്താ ഇങ്ങനെ? നിങ്ങൾ കുട്ടികളല്ലേ, അതുകൊണ്ടല്ലേ അമ്മ അങ്ങനെ പറഞ്ഞത്. കുറച്ചെങ്കിലും എടുത്ത് കഴിക്കമ്മേ. വേണ്ട, വേണ്ടഞ്ഞിട്ടാ. പിന്നെ മോൻ വേണമെങ്കിൽ ഇന്ന് മോന്റെ മുറി തന്നെ കിടന്നു. ആ എന്താ? അപ്പൊ അമ്മ ഒറ്റയ്ക്കാവില്ലേ? അമ്മയ്ക്ക് കുറച്ച് ജോലിയുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ഫോൺ കോൾസ് ചെയ്യാനുണ്ട്. മോൻ ഉറങ്ങുകയാണെങ്കിൽ അത് ഡിസ്റ്റർബൻസ് ആവില്ലേ? അതൊന്നുമല്ല, കാര്യം എനിക്കറിയാം. അമ്മ ഇന്ന് രാത്രി മുഴുവൻ കരയും. അത് ഞാൻ കാണണ്ടാന്ന് കരുതിയിട്ടല്ലേ. ഇനി ചേച്ചി വന്നാ എവിടെ പോണോന്ന് പറഞ്ഞാലും വിടണ്ട. അമ്മ സമ്മതിക്കണ്ട. പോയി കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കല്ലേ. ചേച്ചി വരുമ്പോ അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ വിളിക്കണം. എന്നിട്ട് അച്ഛനോട് പറയണം ചേച്ചിയെ ഇനി ദൂരെ ഒരിടത്തും കൊണ്ടുപോകാൻ പാടില്ല. കുടുംബകാര്യങ്ങളൊക്കെ അന്വേഷിച്ചു തുടങ്ങിയല്ലോ എൻ്റെ കുട്ടി. ചേച്ചി വരുമ്പോ എന്നെ ചീത്ത പറഞ്ഞാലും തല്ലിയാലും ചേച്ചിയോട് ഞാൻ പറയും അമ്മ വിഷമിക്കണ്ട അമ്മേ. ഞങ്ങളോടെല്ലാരും പറയുന്നല്ലേ ഡോക്ടർ മൈഥിലിയുടെ മക്കളായി ജനിച്ചത് ഭാഗ്യമാണെന്ന്. ചേച്ചി എന്തോ അത് മറന്നുപോയി. എന്നാലും അമ്മ നല്ലതല്ലേ. അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. അല്ല അമ്മേ, എനിക്ക് തോന്നാതെ ഞാൻ പറയുന്നത്. ചുറ്റും ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അമ്മയ്ക്ക് നിന്നെ ചേർത്ത് പിടിക്കാനേ പറ്റൂ. അത് ശരി. ആ ഗെയിം തീർന്നിട്ട് അടുത്തത് തുടങ്ങിയോ? ഗെയിം തീർന്നിട്ടൊന്നുമില്ല. ഇതുവരെ കഴിഞ്ഞില്ലേ? ഏട്ടൻ ആലോചിക്കാനേ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അത് പിന്നെ ചെസ് കളിക്കാൻ സമയം എടുക്കില്ലേ? ചുമ്മാ കളിക്കാൻ പറ്റൂ. ഇതാണ് പറഞ്ഞു കുടുങ്ങിയെന്ന് പറയുന്നത്. ചുമ്മാ ഇരുന്ന പെങ്കൊച്ച ചെസ് ഇഷ്ടമാണോ, ചെസ് ബോർഡ് വാങ്ങിക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോ അവളുടെ മുന്നിൽ ആളാവാൻ നോക്കിയതല്ലേ. അതൊന്നും താൻ പറയണ്ട, ഞാൻ തോൽക്കാനൊന്നും പോകുന്നില്ല. എടി വിട്ടുകൊടുക്കരുത്. നിനക്ക് കഴിയുമെങ്കിലേ ഈ മനുഷ്യനൊന്ന് തോൽപ്പിക്ക്. എന്നാ പിന്നെന്ത് സംഭവിക്കുമെന്നറിയാലോ. എന്താ? ഇന്ന് തന്നെ ഈ ചെസ് ബോർഡും കരിക്കളും ഇവിടെ കാണാതാവും. മൂപ്പര് തോൽക്കുന്ന കളിയൊന്നും പിന്നെ ഉണ്ടാവില്ല. അയ്യോ വേണ്ട, എന്നാ പിന്നെ ഞാൻ തോറ്റു കൊടുത്തോളാം. നാണം കെടുത്തലേടോ. ടൈറ്റ് ഫൈറ്റുമായിട്ട് ഇരിക്കുന്ന ഒരാളോട് ഇങ്ങനെ ഒന്ന് സംസാരിച്ച് കളയല്ലേ. കണ്ടോ ഈ മൂവ്മെന്റ് കണ്ടോ? തന്റെ അനിയത്തി കുറച്ച് പാടുപെടും. അതെ, ഈ ഗെയിം ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഉറങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ? അത് പറ്റില്ല. കളി തീരാതെ എങ്ങനെ ഉറങ്ങുന്നേ? കണ്ടോ കണ്ടോ, അതാണ് കളിയുടെ ഒരു സ്പിരിറ്റ്. എന്നാ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. എനിക്ക് ഉറക്കം വരുന്നു. എന്ന് നിർത്താം. വേണ്ട വേണ്ട, നിന്റെ സ്പിരിറ്റ് ഒന്നും കളയണ്ട. കളിച്ചു തീർത്തിട്ട് വന്നാ മതി. മിക്കവാറും ഏട്ടൻ നേരം വെളുപ്പിക്കുന്ന ലക്ഷണമുണ്ട്. കരം നീക്കിയാല് പുള്ളിക്കാരൻ തോറ്റുപോവല്ലോ. അനാമികെ,
തനിക്ക് കുറച്ച് കൂടുന്നുണ്ടേ. ഞാനിത് തീർത്തിട്ട് വരാം. ശരി. ചേച്ചിക്ക് വിഷമാവോ? എന്തിന്? അല്ല, ചേച്ചിക്ക് ഉറക്കം വന്നിട്ടും നമ്മളിത് നിർത്തിയില്ല എന്ന് പറയുമ്പോ. അതെ, ഇത്തരം ചോദ്യം ഉത്തരവൊന്നും ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്ന പ്രശ്നമേ ഇല്ല. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഈ രാത്രി തോറ്റ ശരിയാവില്ല. അങ്ങനെയാണോ? എന്നാ പിന്നെ ഈ രാത്രി ഞാനും ജയിച്ചിട്ടേ ഉള്ളൂ. ചെക്ക്മേറ്റ്. തോറ്റോ രഞ്ജിത്തെ? താനൊന്നും ഉണ്ടായിരുന്നേ. ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. മോളെ, മോളെ, തുറന്നു വച്ചാ. എന്തു പറ്റി മോളെ? എന്താന്നറിയില്ല അച്ഛാ, പെട്ടെന്നൊരു വയറുവേദന, കൊളുത്തി പിടിക്കുന്ന പോലെ. ഗ്യാസിന്റെ ആയിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ, വല്ലാത്ത വേദനയുണ്ട്. ഗ്യാസിന്റെ ഗുളി ഇരിപ്പുണ്ട്, ഞാൻ ഒരെണ്ണം എടുത്തു തരട്ടെ? വേണ്ട വേണ്ട, ആവശ്യമില്ലാത്ത ഗുളികയൊന്നും കഴിച്ചാ ശരിയാവില്ല. അച്ഛൻ അരുണൊന്ന് വിളിച്ച് അരുണോട് പെട്ടെന്നൊന്ന് വരാൻ പറ. അല്ല മോളെ, അരുണിനെ ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞാ? പിന്നെ എപ്പോ വിളിക്കാനാ? ഞാൻ മരിച്ചിട്ടോ? അച്ഛനെ വിളിച്ചു പറയാൻ പറ്റുമെങ്കിൽ പറ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം. വേണ്ട വേണ്ട, ഞാൻ വിളിച്ചോളാം. ഹലോ, എന്തു പറ്റിയെങ്കിൽ? എന്ത് ഈ നേരത്ത്? അത് പിന്നെ മോനെ, സ്നേഹിക്ക് പെട്ടെന്നൊരു വയറുവേദന. അവള് കരയുന്ന കേട്ടിട്ടാ ഞാൻ പോയി നോക്കിയത്. എന്താ പെട്ടെന്നങ്ങനെ? അറിയില്ല, ഞാൻ ചെന്നപ്പോ അവള് മോനെ വിളിക്കാൻ പറഞ്ഞു. മോനിപ്പോ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? വയറുവേദനയാണെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നിട്ട് വിശേഷിച്ചെന്താ കാര്യം? അങ്കിൾ ഒരു കാര്യം ചെയ്യും, സ്നേഹം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വാ. ഇവിടെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ഇത്തരം സന്ദർഭങ്ങളിൽ വയറുവേദന ഒന്നും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാനിവിടെ ചെയ്തോളാം. ശരി മോനെ. അരുൺ എന്തു പറഞ്ഞു? ഇപ്പൊ വരുമോ? അരുൺ പറഞ്ഞത് നമ്മളോട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാ. ഞാനിവിടെ വയറുവേദന എടുത്ത് കിടന്നാല് ഒന്ന് നോക്കാൻ പോലും അരുണ് പറ്റില്ലല്ലേ? അങ്ങോട്ട് ചെല്ലണം പോലും. അങ്ങോട്ട് ചെല്ലുന്നതല്ലേ നല്ലത്. കാര്യം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും ചെയ്യാം. ഞാൻ ഇങ്ങോട്ടും ഇല്ല. എന്റെ വയറുവേദന അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അസുഖത്തിനോട് എന്തിനാ വാശി കാണിക്കുന്നത്? കുറച്ചു ദൂരമല്ലേ ഉള്ളൂ, നമുക്ക് പോയിട്ട് വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മരുമോനെ വിളിച്ച് പറ, എനിക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല, ഞാനിതെല്ലാം സഹിച്ച് ഇവിടെ കിടന്നോളാന്ന്. മോളെ, ഞാൻ പറയുന്ന കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പൊ നിന്റെ വേദന കുറവുണ്ടോ? ഉണ്ട്, എനിക്കിപ്പോ സുഖമായി. സുഖവും സന്തോഷം കൂടി ഈ മുറിയിലാകെ പറന്ന് നടക്കുക. അച്ഛന് സമാധാനായോ? അച്ഛനൊന്ന് പോയേ, പോവാൻ. ഹലോ, എന്തായെങ്കിൽ? ഞാൻ മോളോട് പറഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല എന്നുള്ള വാശിയില്ല അവള്. അതാണ് കാര്യം, വാശി. മോനെ, എനിക്കിത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇന്ന് ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് കയറിയത് സ്നേഹിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ എന്നെ അവിടെ എത്തിക്കാൻ വേണ്ടി ഇതാണ് ഒരു മാർഗം.
എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നാതിരുന്നില്ല. അതെ, ഇത്തരം ചെറിയ ചെറിയ വാശികൾക്ക് നമ്മൾ ഇടം കൊടുത്താൽ അതങ്ങ് വളർന്ന് വലുതാവും. അതുകൊണ്ട് നമുക്കത് കണ്ടില്ല എന്ന് വെക്കാം. അങ്കിള് പേടിക്കണ്ട, ഞാൻ സ്നേഹ വിളിച്ചോളാം, സംസാരിച്ചോളാം. നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുകയാണെങ്കിൽ എന്റെ മനസ്സിനൊരു ഭാരമാവില്ല. സാരമില്ല അങ്കിൾ, അയാളുടെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ ഉണ്ടായിക്കോട്ടെ, അതെനിക്കിഷ്ടമാണ്. അത് ഞാൻ വേണ്ട രീതിയിൽ പരിഹരിച്ചോളാം. ഒക്കെ മോന്റെ ഇഷ്ടം. മോൻ ഇപ്പൊ തന്നെ അവളെ വിളിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും വിളിക്കാം. എന്റെ ഭാര്യ വയറുവേദന കൊണ്ട് പൊളയുമ്പോൾ വെറും കേൾവിക്കാരനായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്കിൾ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.